പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത് കനോണിൻ്റെ ലൈഡ് 300 എന്ന സ്കാനറിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ളൊരു ഫുൾ വീഡിയോ ആണ്. വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. സ്കാനറിൻ്റെ ചെറിയൊരു സ്പെസിഫിക്കേഷൻ നമ്മുടെ ബോക്സിൻ്റെ പുറത്ത് തന്നെ കൊടുത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓഫീസ് പർപ്പസിനും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ബെസ്റ്റ് സ്കാനറുകൾ ഒരു സ്കാനറാണ് കനോണിൻ്റെ ലൈഡ് 300 ആണ് ഈ സ്കാനർ. നമുക്ക് നേരെ ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് വളരെ കെയർ ചെയ്തിട്ട് വേണം നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാൻ. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കേബിൾ കാണാൻ സാധിക്കും. സ്കാനറും കമ്പ്യൂട്ടറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേബിളാണ്. ഇതിൽ നിന്നാണ് തന്നെ പവർ പോകുന്നത്. അതുപോലെ കമ്മ്യൂണിക്കേഷനും ഈ കേബിൾ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇതേപോലെയാണ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്കാനർ പുറത്തോട്ട് വെക്കാൻ കഴിയുക. അല്ലെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് ജസ്റ്റ് വലിച്ചെടുത്താലും മതി. ഇങ്ങനെ ഊരുന്ന സമയത്ത് ഇതേപോലെ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കാനർ പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. ബോക്സിൻ്റെ അകത്ത് പിന്നെ യൂസർ മാനുവൽ, ഡ്രൈവർ സീഡിലുള്ള ഒരു പാക്കിംഗ് കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് മാറ്റി വെക്കുന്നു. പിന്നെ ഈ 2 തെർമോകോപ്പീസുകൾ ഒഴിവാക്കുക. ശേഷം നമുക്ക് ഈ കവറിൽ നിന്ന് സ്കാനർ പുറത്തോട്ട് വെക്കാം. ശേഷം ഈ കാണുന്ന ഓറഞ്ച് കളർ സ്റ്റിക്കർ ഉണ്ടല്ലേ, ഇത് കംപ്ലീറ്റ് റിമൂവ് ചെയ്യുക. അത് റിമൂവ് ചെയ്യാതെ ഒരിക്കലും സ്കാനർ ഓൺ ആക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ 1 by 1 ആയിട്ട് ഓരോരോ സ്റ്റിക്കർ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഡ്രൈവർ സൈഡ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ കേബിൾ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ സ്കാനർ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിൾ മെത്തേഡാണ് ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളെല്ലാം. വേറെ ഫോർമാലിറ്റീസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.